നമസ്കാരം. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് A തങ്കപ്പനാണ് നടപടി പ്രഖ്യാപിച്ചത്. കൗൺസിലർ സ്ഥാനവും പ്രശോഭ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെട്ടു. യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഒളിവിലുള്ള പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. ജോലി ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് സൗഹൃദം സ്ഥാപിച്ച ശേഷം താമസ സ്ഥലത്തെത്തി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ളയാളാണ് പ്രശോഭ് എന്നതിനാൽ വിഷയം രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. പ്രശോഭിനെതിരെ കേസെടുത്ത് ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് നടന്നതെന്നും ജനപ്രതിനിധികളുടെ തണലിലാണ് ഇത്തരം അതിക്രമങ്ങൾ അരങ്ങേറുന്നതെന്നും LDF സ്ഥാനാർത്ഥി NMR റസാഖും പ്രതികരിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പ്രധാന ചർച്ചാ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. പ്രതിയെ സംരക്ഷിക്കാനാണ് പോലീസ് നീക്കമെങ്കിൽ SP ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നടപടിയെടുക്കുന്നത്. ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്തുവെന്ന് കാണിച്ച നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറായ പ്രശോഭ് സി വത്സനെതിരെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ഓഫീസ് ഇത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറി. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായി നഗരത്തിലെത്തിയ യുവതിയുമായി പ്രശോഭ് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. ജോലി വാഗ്ദാനം നൽകി വിശ്വസിപ്പിച്ച ഇയാൾ യുവതിയെ കാറിലും ലോഡ്ജുകളിലും വാടക വീടുകളിലും എത്തിച്ച് നിരന്തരം പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ഇയാൾ സ്വഭാവം മാറ്റുകയും നിർബന്ധിച്ച് ഗർഭചിത്രത്തിനുള്ള ഗുളികകൾ നൽകുകയും ചെയ്തുവെന്നും യുവതി ആരോപിക്കുന്നു. ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് കാണിച്ച പ്രശോഭ് യുവതിയെ ഭയപ്പെടുത്തിയിരുന്നതായും പരാതിയിലുണ്ട്. MLA, MP എന്നിവരോടൊപ്പമുള്ള ചിത്രങ്ങൾ കാണിച്ചാണ് ഇയാൾ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് യുവതി പറഞ്ഞു. പ്രശോഭിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് നേരത്തെ തന്നെ 7 കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി എത്തിയപ്പോൾ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയതും പ്രശോഭായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കും. അതേസമയം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. ജനപ്രതിനിധി തന്നെ പീഡനക്കേസിൽ പ്രതിയായത് പാലക്കാട്ടെ രാഷ്ട്രീയ വൃത്തങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രശോഭ് സി വത്സനെതിരെയുള്ള ആരോപണം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. പാർട്ടിയുടെ പ്രതിച്ഛായ രക്ഷിക്കാനാണ് നേതൃത്വം ഉടൻ തന്നെ പുറത്താക്കൽ നടപടിയുമായി മുന്നോട്ട് വന്നത്. എന്നാൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് യുവതിയെ ഭയപ്പെടുത്തിയെന്ന ആരോപണവും പ്രതിയുടെ ഒളിവിൽ പോക്കും പോലീസിനും സർക്കാരിനും മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ക്രമസമാധാന നിലയും ഒരുപോലെ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്.